ശ്വേത മേനോൻ കേസ് ഇഷ്യൂ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി കേസ് സ്റ്റേ ആക്കി വെച്ചേക്കുകയാണ്. അപ്പം കേസ് എന്ന് പറയുന്നത് മാർട്ടിൻ മീനച്ചേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇക്കഴിഞ്ഞ മാർച്ചിൽ ശ്വേത മേനോനെതിരെ കൊടുത്തതാണ്. കൊടുത്തത് എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ ഒരു അടിസ്ഥാനപരമില്ലാത്ത കാര്യമാണ് ഈ കേസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ കളിമണ്ണ്, അതുപോലെ തന്നെ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമകളിലെ ചില ക്ലിപ്പുകൾ അശ്ലീല വെബ്സൈറ്റുകൾ ഉണ്ടെന്നാണ് ഈ വ്യക്തി പരാമർശിക്കുന്നത്. അങ്ങനെയാണ് ഈ വ്യക്തി കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത്. ആദ്യം കേസ് എടുത്തില്ല, രണ്ടാമത് വീണ്ടും കേസ് എടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് വീണ്ടും ഈ വ്യക്തി മാർട്ടിൻ പൊക്കിക്കൊണ്ട് വന്നത് AMMA എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കിൽ, ഈ മാർട്ടിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ആൾക്കാർ വേറെയും കാണുമായിരിക്കാം. പിന്നെ ഇയാളുടെ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ പല സ്ത്രീകൾക്കെതിരെയും ഇതുപോലെ തന്നെ കേസ് കൊടുത്ത് ഇതുപോലെ ഒന്നുമില്ലാതെ ആവിയായിപ്പോയൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ, ഞാനിത് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ കാരണം എന്ന് പറയുന്നത് 24 ന്യൂസിലെ ഹാഷ്മിയുടെ കയ്യിൽ ഈ മാർട്ടിൻ മീനച്ചേരി എന്ന് പറയുന്നൊരു വ്യക്തിയെ കിട്ടി. ഹാഷ്മിയുടെ കയ്യിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ന്യായമാണെങ്കിലും അന്യായമായാലും പുള്ളിക്കാരൻ്റെ ഒരു ശൈലിയുണ്ട്. പുള്ളിക്കാരന് തെറ്റായിട്ട് തോന്നിയൊരു കാര്യം എന്ന് ഒരു കാര്യമുണ്ടെങ്കിൽ പുള്ളിക്കാരന് അല്ലെങ്കിൽ യോജിക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രസക്തിയും ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ വരട്ടിയെടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയുടെ കുറച്ച് റീലും അതുപോലെ തന്നെ എന്താണ് ഒരു കോമഡി എന്നൊക്കെ തന്നെ പറയാം. ഈ മാർട്ടിൻ മീനച്ചേരിയെ പുള്ളിക്കാരൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള ഒരു സംഭാഷണങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളെ ഇവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു പറയുന്നത് എന്നുള്ളത് അതിൽ വ്യക്തമായി അറിയാൻ പറ്റും. ശ്വേത മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകൾ ലഭ്യമാണ്. അതെന്തിനാണ് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേത മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചുകൊണ്ട് കാര്യം എന്താ താങ്കൾക്ക്? അതായത് പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കിയോ, ഒരൊറ്റ ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോൺ തുറക്കാൻ നോക്കി. ഫോൺ തുറക്കുന്നത് വേറെ ഒന്നും അറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീല ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്ന എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം മാർട്ടിൻ മീനച്ചേരി? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പോൾ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേത മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും ബന്ധപ്പെട്ട ഞാൻ വക്കീലുമായിട്ട് ഞാൻ, അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേത മേനോന്റെ ഇത്തരത്തിൽ ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ അതൊക്കെ ഇപ്പോൾ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റ് 4 അറപ്പളവാകുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1 2 3 4 5 6 7 8 9 10 10 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പോൾ താങ്കൾ കുത്തിയിരുന്ന് കണ്ടോ? അതെ, ഇതൊക്കെ നിങ്ങൾ കുത്തിയിരുന്ന് കണ്ടോ? ഇല്ല ഏതോ ഒരു സിനിമയുടെ അത് പറഞ്ഞ പോലെ പൊട്ടൻ എന്നാൽ ലോക പൊട്ടൻ എന്ന് പറയുന്ന പോലെ ഞാൻ കണ്ടു എന്ന്. ഏതോ 2 കുട്ടികൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ, ഏത് കുട്ടികൾ, വെറുതെ നമുക്കിതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാകും എന്താണ് സംഭവം എന്നുള്ളത്. കുറച്ചൊക്കെ കോമൺ സെൻസും ബോധം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭാഷണത്തിൽ എന്തെങ്കിലുമൊക്കെ മാന്യമായുള്ള കാര്യം പറഞ്ഞേനെ. ഇതൊന്നുമില്ല, വെറുതെ ഒരു കേസ്, എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും പുറകിലൊക്കെ പോകണമല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പുറകിൽ ചിലപ്പോൾ വേറെ ആൾക്കാരുണ്ടോ, ഇനി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പുറകിൽ കരി നീക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും മുന്നോട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വഴിയെ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം.